വഴിയോര കച്ചവടക്കാരനായ അബ്രഹാമേ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവമനുഷ്യനെ, നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരെയെല്ലാം നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും വസ്തുക്കൾ പോലും നിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ യഹോവ നിനക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലേ, അബ്രഹാമേ നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക്. ലോത്ത് കൊണ്ടുപോയതോ സോദോമ്യർ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട. നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക് മോനെ. കിഴക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തില്ലേ? ആരുടെ സപ്പോർട്ട് വേണം? വേറെ ദൈവത്തെ മുറുകെ പിടിച്ചോ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോ. ലോത്തിന്റെ മുഖത്ത് നോക്കി നിന്റെ ഒരു ചിരട്ടയോ ചരടോ പോലും എനിക്ക് വേണ്ട എന്ന് അബ്രഹാം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം ഇട്ട ഒരു ടെസ്റ്റാണ്. ലോത്ത് മുഴുവൻ കൈവശപ്പെടുത്തി അബ്രഹാമിന് ഒന്നും ലഭിക്കാതെ ഇറങ്ങുമ്പോൾ അബ്രഹാം പറഞ്ഞു, ഐ നോ നീഡ് എനിത്തിങ് ഫ്രം യു. എനിക്ക് നിന്റെ പക്കൽ നിന്നൊന്നും വേണ്ട, നീ തന്ന കുറഞ്ഞു പോമോനെ. അബ്രഹാം ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ്, മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല, ഈ ഭൂമി മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് ചിലതൊക്കെ വിട്ടുകൊടുക്കുന്നവർ വിജയിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ വിട്ടുകൊടുത്തില്ലേ? എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും, എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ? എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മാനിക്കും.